ഹലോ ഗൈസ്, 7 Day On മീഡിയയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ ഇത്രയും നാള് റിയാക്ഷൻ ചെയ്തതിൽ വെച്ച് കുറച്ച് വേദനപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം വിജയ് നായകനായി എത്തി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് എത്തുന്ന ഒരു ചിത്രമാണ് ജനനായകൻ. ആ ഒരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിരുന്നു ഗൈസ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം അതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാൻസുകാരെയാണ് ഞാൻ അവിടെ സൂചിപ്പിച്ച കേസ്. കാരണം വിജയ് അത്രത്തോളമാണ് ഫാൻസുകാർ ഓരോ ഘട്ടത്തിലും വിജയ് കൊണ്ടു നടന്നത് കേസ്. കാരണം വിജയുടെ ഒരു പാട്ടായാലും ട്രെയിലർ ആയാലും തന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും മറ്റ് ഏത് സോഷ്യൽ മീഡിയയിലായാലും ട്രെൻഡിങ്ങിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഫാൻസ് ഉള്ള ഒരു നടനായിരുന്നു വിജയ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം ഫാൻസുകാർക്കായാലും മറ്റു വിജയ് സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വേദനാജനകമായ ഒരു കാര്യമാണ് ഗൈസ് അത്. അപ്പൊ ഗൈസ്, ഈ ഒരു ചിത്രത്തില് വിജയാണ് നായകനായി എത്തുന്നത് നമുക്കറിയാം. അതുപോലെ നായിക എത്തുന്നത് പൂജ ഹെഗ്ഡെ. അതുപോലെ മറ്റൊരു റോളില് പ്രധാന റോളിൽ എത്തുന്നത് അത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നായികയായ മമിത ബൈജു. യെസ്, മമിത ബൈജു ആണ് വിജയുടെ കൂടെ ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതപ്പം നമുക്ക് ആ ഒരു ഓഡിയോ ലോഞ്ച് വീഡിയോ നമുക്കൊന്ന് കാണാം ഗൈസ്. അപ്പം നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. അത് ഓക്കെ, തുടങ്ങാം. കാവ്യൻ പ്രൊഡക്ഷൻ എന്നാണ് ഗൈസ്. പഴയ വിജയ് ഗൈസ്, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കും. ഓ, ഹൺഡ്രഡിന്റെ പടം ഗൈസ്, പടം. കണ്ണു നിറയണം. After 3 years, guys. Audience, അദ്ദേഹത്തിന്റെ സ്പീച്ച് I will miss last കാണാൻ നോക്കുന്നത്. മലേഷ്യയിലാണ് ഗൈസ് ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. അവിടുത്തെ ഒരു വലിയൊരു സ്റ്റേഡിയത്തിലാണ് കൊണ്ടാടലാമ. அண்ணன் ஏன் பிடிக்கும் அப்படின்னீங்கன்னா, சின்ன வயசுல நான் அண்ணனை பாக்குறேன். அண்ணனை யாருக்கு தான் பிடிக்கும்? நீங்க இதுக்கு முன்னாடி அவன் யாருக்காണ് இഷ്ടപ്പെടാது? எனக்குமே ஒரு இன்ஸ்பிரேஷனா என்னை கொண்டு போறாங்கன்னா அது தளபதி. எனக்கு யாருமே இல்ல, நான் வீட்ல ஒரு ஆளு தான். என்னோட அண்ணனா உங்களை நினைக்கிறேன். I don't know if you can say this, but எனக்கு ஆக்சுவலி இந்த கையெல்லாம் ஷேக் பண்ணிட்டு இருக்கு. கடைசி படம் ஜனநாயகன் தெரிஞ்சுமே அவ்வளவு கஷ்டமா இருக்கிறதுக்கு அப்புறம் ஒரு படத்துல பார்க்க முடியாது அப்படின்னா இன்னமும் கஷ்டமா இருக்கு. எனக்காக யாருமே வந்து நிக்காதப்போ உங்களோட பேச்சு, உங்களோட மோட்டிவேஷன் எனக்காக வந்து நின்றுச்சுன்னா என் லைஃப்ல நான் இவ்வளவு சக்சஸா வந்ததுக்கு காரணமே நீங்க തന്നെ കരയിപ്പിച്ച് പാട്ടൊക്കെ. தளபதி வர போறாங்கன்னா நம்ம ஒரே அரங்கத்துல இருக்க போறோம். அவரு சுவாசிக்கிற ஒரே மூச்சு காத்து நம்ம சுவாசிக்க தளபதி நினைக்கிறப்போ நீங்க வந்தா மட்டும் போதும், உங்களை பாத்துட்டா போதும், കണ്ടാൽ മാത്രം മതി. கிரௌடா இருந்தாலும் அவரை பார்க்கும் போது அந்த ஸ்டேஜ்ல நான் மட்டும் தான் இருக்கிற மாதிரி தான் தோணும். கண்ணால பார்த்தா போதும். I just feel like that. കരയിപ്പിക്കാൻ വേണ്ടി ശ്രമം ചെയ്തു. നീ കരയില്ലടാ, നീ കരയില്ല. குட்டி ஸ்டோரி பிரச்சனை வந்துச்சு, எக்கச்சக்கம் பிரச்சனை வந்துச்சு. அப்ப அவர் சொன்ன ஒரு லைன் இன்னும் நல்லா ஞாபகம் இருக்கு. ஸ்டேஜ் முன்னாடி நான் தியாகின்னு சொல்லிக்க மாட்டேன், அது எனக்கு ரொம்ப ஹிட் பண்ணுச்சு. நான் டவுன் பாயிண்ட்ல இருந்தப்ப நான் கேக்குற ஒரு விஷயம் வந்துட்டு அவரோட ஒவ்வொரு ஆடியோ லான்ச்லயும் அவர் சொல்ற ஸ்பீச் தான் டிவில பார்த்து பண்றோம். முதல் தடவையா எங்க சொந்த நாட்டுல எங்க மண்ணில அந்த மனுஷன் வந்து பேச போறாருன்னு கேள்விப்பட்டோன்னே எனக்கு கேட்டா இது ஒன்ஸ் இன் லைஃப் டைம் ஆப்பர்ச்சுனிட்டி. கிட்டியோ தூரமோ தொடரணும் இல்லையோ பார்த்துட்டா போதும்டா. நண்பு நெஞ்சங்கள்ல எனக்கும் ஒரு சிறிய இடம் கொடுத்திருக்கிற என்னுடைய நண்பா
I love you so much. எங்களை நிறைய நேரத்துல நீங்க ரொம்ப ரொம்ப சந்தோஷப்படுத்திருக்கீங்க. அதுக்கு எவ்வளவு நன்றி சொன்னாலும் கண்டிப்பா பத்தவே பத்தாது. அண்ணனை வந்து நான் கண்ணால பார்த்தா போதும், வேற எதுவுமே வேணாம். அண்ணன் நான் கண்ணால பார்த்தா போதும். We love you தளபதி, we love you so much. Malaysia always welcomes you. So இன்னைக்கு பாத்தீங்கன்னா கோடிக்கணக்கான தம்பிகள் தங்கச்சிகள் எல்லாம் உங்களுக்காக வெயிட் பண்ணிட்டு இருக்காங்க. So we always love you அண்ணா. Welcome to Malaysia. My heart first to you. We welcome you to Malaysia அண்ணா. We love you அண்ணா. வாங்க, இங்க வந்து உங்களுக்கு வந்து பயங்கரமான சுனாமி லெவல்ல உங்களுக்கு சப்போர்ட் இருக்கு. We are waiting. கொஞ்சம் கொஞ்சம் நெஞ்சில் குடியிருக்கும் நெஞ்சுக்குள்ள குடியிருக்கும் ஜனநாயகம் ஜனநாயகம். The world going to be witness the biggest ever crowd in Malaysia happening for audio launch. മലേഷ്യ കൊല്ലുക ഗൈസ്. That's for Thalapathy. சும்மா சொல்லக்கூடாது, உங்களோட வருகைக்காக I am waiting. I am waiting. മലേഷ്യയിലെ സ്റ്റേഡിയമാണ് എനിക്ക് കാണാൻ. വലിയ വലിയ സ്റ്റേഡിയം കഴിച്ചു അവിടുത്തെ അവരൊരു കാണുന്ന തന്നെ അറിയാം. അതിനൊക്കെ ആ സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഇതാണ് പവർ. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയം മലേഷ്യ. ഡിസംബർ 27 2023. അപ്പം 27 വേറെ. അപ്പൊ ഗൈസ്, മനസ്സ് തൃപ്തിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ലോഞ്ച് വീഡിയോ ആണ് ഗൈസ് നമ്മളിപ്പോ കണ്ടത്. അപ്പം ആ ഒരു ബ്രഹ്മാണ്ഡമായ രീതിയിലായിരിക്കും ആ മലേഷ്യയിൽ എന്തായാലും ആ പരിപാടി സെറ്റ് ചെയ്തിരുന്നത് ഗൈസ്. അപ്പം ഈ വരുന്ന ഡിസംബർ 27 ദളപതി വിജയ് മലേഷ്യയിൽ എത്തുന്നത് ഗൈസ്. അപ്പൊ ആ ഒരു ഓഡിയോ ലോഞ്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞാനെന്ന് പറയുമ്പോഴത്തേക്കും വിജയ് കണ്ടതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് കണ്ടത് സിനിമയ്ക്ക് പുറമെ ഞാൻ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിന് വന്നപ്പം, അതായത് മറ്റേ ഗോട്ട് സിനിമയുടെ ഷൂട്ടിന് വന്നപ്പോഴാണ് വിജയ് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഗൈസ്. ആ ഒരു കാഴ്ച അത് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു ഫീലാണ് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ആ ഒരു ഇതാണെന്ന്. ഒരു മൊമെന്റ് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ ഒരു ഓഡിയോ ലോഞ്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങളും എന്നെ പോലെ കട്ട വെയിറ്റിംഗിലാണെന്ന് എനിക്കറിയാം ഗൈസ്. അല്ല, എല്ലാവരും ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. കാരണം വിജയ് ഫാൻസുകാരെ എനിക്കറിയാം, കാരണം അത്രത്തോളം ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വിജയ്. ആ ഒരു ഇത് കണ്ടിട്ടാണ് ഓഡിയോ ലോഞ്ചിന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ. അപ്പം അദ്ദേഹത്തിന്റെ സിനിമ വരുന്നിട്ട് ജനുവരിയിലാണ് ഗൈസ് റിലീസ്. അപ്പം കളക്ഷനൊക്കെ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നൊക്കെ കണ്ടു തന്നെ അറിയണം ഗൈസ്. വാ, ഒന്നും ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല ഗൈസ്. ജനുവരി അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് പവർ കാണിക്കണം. പിന്നെ ഇനിയിപ്പോ അടുത്ത മാസമായിരിക്കും ട്രെയിലറൊക്കെ വന്നിട്ട്, പിന്നെ ഇനിയും പാട്ട് കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇതുപോലെയുള്ള കിടിലം വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ, കിടിലം റിയാക്ഷന് വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം ഗൈസ്.